രാവിലെ നല്ല വെയിലാണ്. നമ്മളെ മുമ്പ് ആദ്യം നട്ടിട്ട് ഓട് വെച്ചിട്ട് മഞ്ഞൾ എല്ലാം പുല്ല് കയറി മൂടിയിട്ടൊന്നും കാണുന്നില്ല. എന്തും എല്ലാം ഒന്ന് നോക്കി നോക്കട്ടെ, വലിച്ച് കളയാൻ. എന്നിട്ട് കാണിച്ചു തരാം. എല്ലാം പോയി, മഞ്ഞളൊന്നും മേലോട്ട് വന്നിട്ടില്ല. എല്ലാം ഇങ്ങനെ ഉണ്ടത്രേ. ഉണ്ടല്ലേ, എല്ലാം മുളച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പറ്റുന്നൊന്നുമില്ല. എന്നാലും കൈ കൊണ്ട് നല്ല ഇങ്ങനെ നമ്മളെ കൈ മുട്ടിയിട്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് കൃഷി ചെയ്താലും നമ്മൾ അതിന് പിന്നാലെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടുമല്ലോ. മെല്ലെ ഒന്ന് നോക്കാം, ഇതാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ സുന്ദരിച്ചീരെല്ലാം ഉണ്ട്, അതിൻ്റെ കണ്ടുണ്ട് പുളിശ്ശേരി ആറ്റുമ്പോൾ അതിനെ കൊണ്ട് എല്ലാം ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേണ്ട, ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെന്നേ കണ്ടിട്ടില്ല. കാട് കൂടിയിട്ട് എല്ലാം കാണാൻ എന്തായാലും എല്ലാം കളഞ്ഞാലും ആദ്യം വരും മഴയത്ത്. വേണ്ട, ഇതെല്ലാം കളയാം, കുറച്ചായിട്ട് കളയാം. എല്ലാം കാണാണ്, നല്ല വൃത്തിയല്ലേ. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടാകും. ചീര കുറേ പൊരിച്ചു കളഞ്ഞു. ഒന്നിച്ച് പൊരിച്ചിട്ട് കാര്യമില്ല. സുന്ദരി ചീരയെല്ലാം ആടെ ഉണ്ട്, അതെനിക്കൊന്ന് പിന്നെ കളയാന്ന്. ഒന്നിച്ച് കറി വെക്കാൻ കഴിയില്ല. ഇനിയൊക്കെ കറി വെക്കുമ്പോൾ അത് മുറിച്ചെടുക്കാം അടിയെ. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കണേ, വളം ഇട്ട് കൊടുക്കാം. കുറച്ച് ചീഞ്ഞ പുല്ലെല്ലാം ഉണ്ട്, അത് ഭാര്യയുടെ കുറച്ച് ഇലയെല്ലാം ഭാര്യയുടെ എന്നിട്ട് കാണിക്കാമേ. എന്തെല്ലാം ഇതിൽ നിന്ന് കിട്ടിയത് അറിയിപ്പം കാണിച്ചു തരാം. ഇതാ ചീര ഉണ്ടോ, അതാ ഒരിക്കൽ പുളിശ്ശേരി വെക്കാനായി. എൻ്റെ ഇതിനെ താളമ്പോളയോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്നെടുത്ത് ഇതും കൂടി ഇട്ട് നല്ല പുളിശ്ശേരിയായി. വിഷമില്ലാത്തതല്ലേ. മഷിത്തണ്ട് ഉണ്ട്, മഷിത്തണ്ട് നല്ല തോരൻ വെക്കാം നമുക്ക്. അതിൻ്റെ ഇടക്കായതുകൊണ്ട് നല്ലോണം വളർന്നിന്. ഇതാണ്ടല്ലേ, അതാ ഇത്രയും കിട്ടുക. 2 പേരുടായിട്ടേ ഇല്ലത്. മറ്റേ കുറവാണ് നിൽക്കല്ലോ, ഒന്നാണെന്നറിയില്ല. അല്ലെങ്കിൽ എല്ലാം ഉണ്ടാവും ഇവിടെ എല്ലാം. ഇത് നമ്മളെ കയ്യെണ്ണിയില്ല, എണ്ണ കാച്ചുന്ന കയ്യെണ്ണി. ഇതാ ഇത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ എല്ലാം ഉണ്ട്, കണ്ടത്തിലെല്ലാം ഉണ്ടാവും. പക്ഷെ വളപ്പിൽ കുറവാണ്. എന്നാ കണ്ടില്ലേ, എണ്ണ കാച്ചുന്നവർക്ക് നല്ലതാണിത്. പിന്നെ നമ്മൾ പൊന്നാങ്കണ്ണി ഉണ്ടല്ലേ, വിത്ത് കേട്ടല്ലേ. ഇത് പൊന്നാങ്കണ്ണി ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ മെല്ലെ പോയിട്ട് അതിലൊന്ന് ഇലയെല്ലാം ഭാര്യേനിടാൻ മഞ്ഞളിന് കഷ്ടപ്പെടാൻ അമ്മാനെങ്കിൽ എത്ര ഒരു വൃത്തിയായില്ലേ. ഇപ്പോൾ കണ്ടില്ലേ കാട് മൂടി കിടന്നത്. കഴിയുന്നില്ല അവരുടെ ഇടം നിന്നാലും നമുക്കത് കാണാൻ തന്നെ ഒരു ഇതല്ലേ. അത്ര പോരെങ്കിൽ അത്ര പോരാ. അത് ചെയ്താൽ നമ്മളെ മനസ്സിനൊരു സന്തോഷമായി. അത് കാണുമ്പോൾ നല്ല വെയിലാണ് ഇന്ന്. ഇട്ടിട്ട് വരാം. വലിച്ചിട്ട പുല്ലുണ്ടോ, ഇതെല്ലാം നമുക്ക് വളം ആണ്. കുറച്ച് ചെയ്യുമ്പോൾ നല്ല വളമായില്ലേ. ഇത് വേറെ ഏതെങ്കിലും ഭാര്യയുടെ അല്ലെങ്കിൽ ചാക്കിൽ നിറച്ച് അതിൻ്റെ മേലെ നട എല്ലാം വളമാണ്. ഈ പുല്ലെല്ലാം നമുക്ക് വളമല്ലേ, ഒന്നും കളയേണ്ട. ഒരുപാട് പുല്ലുണ്ട് കണ്ടില്ലേ. നമ്മൾ നല്ല വളമായി അന്ന്